എന്താ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ശിവനെ എന്തുകൊണ്ടാണ് മഹാദേവനെന്ന് വിളിക്കുന്നതെന്ന് മറ്റു ദേവന്മാരെ ഒന്നും അങ്ങനെ വിളിക്കാത്തതെന്താണ്? അത് ഇതുകൊണ്ടാണ്, മഹാദേവനിൽ, അതായത് ശിവനിൽ അങ്ങനെ ഒരു വിശേഷ ഗുണമുണ്ട് മറ്റാരിലും ഇല്ലാത്തതായി. എപ്പോഴും നിസ്വാർത്ഥനായി ആളുകളെ സേവിച്ചുകൊണ്ടേയിരിക്കുക. അഥവാ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ, സൃഷ്ടിയിൽ വിനാശത്തിന്റെ അവസ്ഥ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, സ്വന്തം ജീവനെപ്പറ്റി പോലും ചിന്തിക്കാതെ കാളകൂട വിഷത്തെ പോലും ഭക്ഷിക്കുവാൻ തയ്യാറാണ് മഹാദേവൻ. ആർക്കും ഒരിക്കലും വർണ്ണിക്കാനാകാത്ത ഈ ത്യാഗം കാരണം ശിവനെ തന്നെയാണ് മഹാദേവനെന്ന് വിളിക്കുന്നത്. അഥവാ മനുഷ്യരും നിസ്വാർത്ഥമായ ഈ ഭാവത്താൽ അവനവനെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ നന്മയ്ക്കു വേണ്ടി, ലോകത്തെ സേവിക്കുവാൻ വേണ്ടി, അങ്ങനെയുള്ളവർക്കും മഹാപുരുഷനും പിന്നെ മഹാമനുഷ്യനുമാകാൻ സാധിക്കും. അഥവാ ആർക്കെങ്കിലും വിശക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആഹാരത്തിൽ നിന്നും പകുതി അദ്ദേഹത്തിന് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി ആരെങ്കിലും രോഗികളാണെന്നുണ്ടെങ്കിൽ അയാളെ സേവിക്കുക, പിന്നെ അയാളെ ചികിത്സിക്കുവാനായി സഹായിക്കുക. ഈ ജീവിതം നമുക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിനും മറ്റുള്ള ഓരോ വ്യക്തികൾക്കും കൂടി ഉള്ളതാണ്. അത് മനുഷ്യൻ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ മഹാദേവന്റെ പാതയിലൂടെയായിരിക്കും സഞ്ചരിച്ചു തുടങ്ങുന്നത്. അഥവാ മനുഷ്യർ നിസ്വാർത്ഥമായ ഭാവത്തോടെ ഈ പ്രപഞ്ചത്തെ സേവിക്കാൻ ശീലിച്ചാൽ അയാൾ ഉറപ്പായും മഹാമനുഷ്യൻ എന്ന സ്ഥിതിയിലേക്ക് ഉയരുവാൻ തുടങ്ങും. അപ്പോൾ ഏവരും എന്നോടൊപ്പം വന്ന് സ്നേഹത്തോടെ പറഞ്ഞാലും രാധേ രാധേ.